12 വർഷത്തിലൊരിക്കൽ പ്രയാഗ്രാജിലും ഉജ്ജയിനിയിലുമൊക്കെ കുംഭമേള നടക്കാറുണ്ട്. 4 സ്ഥലങ്ങളിലാണ് പ്രധാനമായി കുംഭമേള ഇന്ത്യയിൽ നടക്കുന്നത്. ആ 4 സ്ഥലങ്ങളിൽ ഇപ്രാവശ്യം കുറച്ച് മാസം മുമ്പ് കുംഭമേള നടന്നു. അന്ന് കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ തുടക്കത്തിൽ അതിനെ നിശിതമായി വിമർശിച്ചു. അത് RSS ആണ്, സംഘീയാണ്, ഹിന്ദു വർഗീയതയാണെന്ന് വിമർശിച്ചു. അവസാനം എല്ലാ ചാനലുകളും ആ വാർത്ത ചെയ്തു. അതിനിടയിൽ ഏഷ്യാനെറ്റിലെ സിന്ധു സൂര്യകുമാർ ഒരു പ്രയോഗം നടത്തി. കുംഭമേളയ്ക്ക് കേരളത്തിൽ നിന്ന് 10 പേര് പോലും പോയില്ല. 10,000-കണക്കിന് ആളുകൾ പോയി, അത് വേറെ കഥ. സ്പെഷ്യൽ ട്രെയിൻ പോലും ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ 10 പേര് പോലും പോയില്ല. അത് കേരളം ലിറ്ററേറ്റ് ആയതുകൊണ്ടാണ്, ലിറ്ററസി ഇവിടെ ഒരുപാട് ഉള്ളത് കൊണ്ടാണ് ഇവിടെ നിന്ന് ആരും പോകാത്തതെന്ന് പറഞ്ഞു. അങ്ങനെ അവർ കവർ സ്റ്റോറി ചെയ്തു. പക്ഷെ കാലത്തിൻ്റെ കാവ്യനീതിയാണോ എന്നറിയില്ല. തിരുനാവായിൽ കേരളത്തിൽ 300 വർഷങ്ങൾക്കിപ്പുറം, 275 വർഷങ്ങൾക്കിപ്പുറം ബ്രിട്ടീഷുകാർ നിരോധിച്ചതിന് ശേഷം, ടിപ്പു സുൽത്താൻ്റെ കാലത്തിന് ശേഷം, ടിപ്പു സുൽത്താൻ്റെ പടയോട്ടത്തിൻ്റെ പേടിയിൽ നിർത്തിവെച്ചതിന് ശേഷം, ബ്രിട്ടീഷുകാർ വന്ന് സമ്പൂർണ്ണമായി നിരോധിച്ചതിന് ശേഷം 2016 തിനൂർ ദിനേശിൻ്റെ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ ചെറുതായി തുടങ്ങിയ പരിപാടി എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഇന്നലെ ജുന അഖാഡയിലെ 1008 സന്യാസിമാരാണ് വടക്കേ ഇന്ത്യയിൽ നിന്ന്, ഹിമാലയത്തിൻ്റെ താഴ്വരയിൽ നിന്ന് തവന്നൂർ എന്ന് പറയുന്ന കുഞ്ഞ് ഗ്രാമത്തിൽ വന്നത്. മുസ്ലിങ്ങൾക്ക് മെജോറിറ്റിയുള്ള, വലിയ യാത്രാ സൗകര്യങ്ങളില്ലാത്ത, ഹോസ്റ്റലുകളില്ലാത്ത, ഹോട്ടലുകളില്ലാത്ത, ചെറിയ ഇടുങ്ങിയ റോഡുകളുള്ള, NH ഇല്ലാത്ത, MC റോഡുകളില്ലാത്ത വളരെ സാധാരണമായൊരു ജംഗ്ഷനിൽ, ഒരു സ്ഥലത്ത് ലക്ഷക്കണക്കിന് ആളുകളാണ് കഴിഞ്ഞ 8-10 ദിവസമായി അവിടെ വന്നത്. നാവാമുകുന്ദൻ്റെ ക്ഷേത്രത്തിലും അതുപോലെ തന്നെ 3 ക്ഷേത്രമുണ്ട് അവിടെ. ബ്രഹ്മാവിൻ്റെയും വിഷ്ണുവിൻ്റെയും മഹേശ്വരൻ്റെയും ബ്രഹ്മ വിഷ്ണു മഹേശ്വരൻ 3 ക്ഷേത്രങ്ങളുണ്ട്. 3 ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് നാവാമുകുന്ദ ക്ഷേത്രത്തിൻ്റെ തീരത്ത് നിള ആരതി എല്ലാ ദിവസവും നടന്നു. ലക്ഷക്കണക്കിന് ആളുകളാണ് പങ്കെടുത്തത്. ഞാൻ അത് പറയാനല്ല ഈ വീഡിയോ ചെയ്യുന്നത്. അത് ഉയർത്തുന്ന നൈതികവും രാഷ്ട്രീയവും സാംസ്കാരികവും സാമൂഹികവുമായിട്ടുള്ള മറ്റ് ചില ഘടകങ്ങളുണ്ട്. നായാടി മുതൽ നമ്പൂതിരി വരെ ഒന്നിക്കണമെന്ന് വെള്ളാപ്പള്ളി നടേശൻ ഇടയ്ക്കിടയ്ക്ക് പറയുകയും അവസരം നസ്രാണി വരെ എന്നാക്കി. അത് മുസ്ലിം വിരുദ്ധത കൊണ്ടാണ് പറഞ്ഞത്. എന്നാലും പറഞ്ഞെങ്കിലും ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ കണ്ടത് ഗൗളാചാരത്തിൽ വിശ്വസിക്കുന്നവർ, മലയരയന്മാർ, അതുപോലെ തന്നെ മാതാമൃത മഠത്തിൻ്റെ ആളുകൾ, അതുപോലെ തന്നെ ഹരേകൃഷ്ണ പ്രസ്ഥാനക്കാർ, അതുപോലെ ശങ്കരാചാര്യത്തിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിലുള്ള 4 മഠക്കാർ, അങ്ങനെ ജുനാഘാടകൾ, അങ്ങനെ വളരെ വ്യത്യസ്തമായ അഘോരി പൂജയൊക്കെ ഉണ്ടായിരുന്നു. വളരെ വ്യത്യസ്തമായ പ്രാർത്ഥന, പൂജ എല്ലാം വളരെ വളരെ വ്യത്യസ്തമായ ഹിന്ദു ആചാരങ്ങൾ തന്നെ വ്യത്യസ്തമായ ധാരകളിൽ സഞ്ചരിക്കുന്ന ആളുകളൊക്കെ അവിടെ ഒത്തുകൂടി. ഇതൊരു വലിയ സംഭവമാണ്. മാത്രമല്ല വളരെ കേന്ദ്രീകൃതമായ ഒരു സ്റ്റേജോ കേന്ദ്രീകൃതമായ സംവിധാനങ്ങളോ ഇല്ലായിരുന്നു. ആളുകൾ വരുന്നു, ചെറിയ ചെറിയ സ്ഥലങ്ങളിൽ അവർ ഒത്തുകൂടുന്നു. അവിടെ കുറച്ച് കസേരയും മൈക്കും ഒക്കെ വെച്ചിട്ട് അവരുടെ ആഘോഷങ്ങൾ അവർ ആഘോഷിക്കുന്നു. ആനന്ദ നൃത്തം ചെയ്തവരുണ്ട്, പാട്ട് പാടിയവരുണ്ട്, ഗാനം ആലോചിച്ചവരുണ്ട്, അവർ അവിടെ കിടന്ന് ഉറങ്ങിയവരുണ്ട്, അവിടെ ശുചിയാക്കിയവരുണ്ട്, അന്നദാനം കഴിച്ചവരുണ്ട്. ലക്ഷക്കണക്കിന് ആളുകളാണ് അവിടെ പോയത്. അത് ഒരു വശത്ത് അതിൻ്റെ ഗുണം വരുന്നത്, ഈ ജാതിപരമായി ആളുകൾ ചിന്തിച്ച് പലതരത്തിൽ നിൽക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു സനാതന ഏകീകരണം അവിടെ നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വരുന്ന വർഷം 2027 തവന്നൂരിൽ വെച്ച്, തവന്നൂരിലോ ആ ഭാഗത്ത് വെച്ച് തന്നെ വീണ്ടും യാഗവും യജ്ഞവും നടക്കുന്ന പരിപാടികൾ വരുന്നു, സമ്മേളനങ്ങൾ വരുന്നു. ഈ മഹാമാഘം തന്നെ, ഈ മാഘം എന്ന് പറഞ്ഞ മാസമാണ്, ഈ മാസമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് വരുന്നത്. അപ്പോൾ മാഘം എന്ന് പറയുന്ന ആഘോഷം തന്നെ 27 ഉണ്ടാകും. പക്ഷേ അത് ചെറിയ രീതിയിലായിരിക്കും, ഈ വർഷത്തെ പോലെ ആയിരിക്കും. 28 ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന വലിയ മഹാമാഘം നടക്കാൻ സാധ്യതയുണ്ട്, കുംഭമേളയ്ക്ക് തുല്യമായി. അതോടൊപ്പം തന്നെ മറ്റു ചില കാര്യങ്ങളും കേരളത്തിൽ സംഭവിക്കുകയാണ്. അതാണ് നമ്മൾ കാണാതെ പോകരുത്. അതായത് ജുന അഖാഡയുടെ സൗത്ത് ഇന്ത്യൻ കേന്ദ്രം, ദക്ഷിണേന്ത്യൻ കേന്ദ്രം തവന്നൂർ കേന്ദ്രമായി വരികയാണ്. സന്യാസിമാർക്കും സാമാന്യമാർക്കും സ്വാമിജിമാർക്കൊക്കെ വന്നാൽ സ്വസ്ഥമായി താമസിക്കാനും അവരുടെ ആചരണങ്ങളൊക്കെ ചെയ്യാനും പറ്റുന്ന എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള ഒരു സംവിധാനം അവിടെ തവന്നൂർ വരുന്നു എന്നാണ് കേൾക്കുന്നത്. ഒരാശ്രമ മോഡലിൽ ഒരു സംവിധാനം വരുന്നു കേൾക്കുന്നു. ഷൊർണൂറിൽ ഗായത്രി ക്ഷേത്രത്തിൽ ഋഗ്വേദവും യജുർവേദവും സാമവേദവും അഥർവവേദവും ആർക്ക് വേണോ പഠിക്കാൻ കഴിയുന്ന ഒരു 4 തരത്തിലുള്ള വേദ പാഠശാല വരുന്നു. അപ്പോൾ ഒരു വശത്ത്
ഹിന്ദുവിൻ്റെ അല്ലെങ്കിൽ സനാതന ധർമ്മത്തിൽ ചിന്തിച്ചിട്ടുള്ള ഹിന്ദുധർമ്മത്തിൽ ചിന്തിച്ചിരുന്ന ആളുകളുടെ ഒരു പുനരുത്ഥാനമെന്നോ നവോത്ഥാനമെന്നോ ഒരു ഉയർത്തെഴുന്നേൽപ്പെന്നോ ഒക്കെ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ കേരളത്തിലും മധ്യ കേരളത്തിലും ഒക്കെ പല സ്ഥലങ്ങളിലും നടന്നു വരുന്നു, ഉത്തര കേരളത്തിലൊക്കെ നടക്കുന്നു. ഇത് വലിയ ഒരു സാമൂഹ്യ മാറ്റം ഉണ്ടാക്കും. പക്ഷേ അപ്പോൾ മറ്റൊരു പ്രശ്നമുള്ളത്, ഇതിനിടയിൽ അനാചാരങ്ങൾ, അന്ധവിശ്വാസങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കയറി വരാതെ സൂക്ഷിക്കേണ്ടതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിന് രാഷ്ട്രീയ മാനമുണ്ടാകുമോ? അടുത്ത വളരെ കൃത്യമായൊരു ചോദ്യമാണ്. ഇതിന് BJP അനുകൂല സംഘപരിവാർ സംഘടനകളും സേവാഭാരതിയൊക്കെയാണ് ഇതിന് ഒരുപാട് സപ്പോർട്ട് ചെയ്ത് കൊടുപ്പോൾ അവിടെ തന്നെ ഭക്ഷണം കൊടുക്കാനും അതുപോലെ തന്നെ ഈ ശുചീകരണ പ്രവർത്തനങ്ങളിലൊക്കെ മതാമൃതായ മഠത്തിൻ്റെ ആളുകളും പിന്നെ അതുപോലെ തന്നെ അവരുടെ യുവജന സംഘടനയും ഏറ്റവും കൂടുതൽ സേവാഭാരതിക്കാരുമൊക്കെയാണ് ഇത് ചെയ്തത്. അതെല്ലാം നടക്കുന്നു. പക്ഷേ ഇത് രാഷ്ട്രീയമായി ഒരു ഗുണം വരുമോ എന്ന് പറയാനാകില്ല. കാരണം അയോധ്യയിൽ രാമക്ഷേത്രം പണിതതിന് ശേഷം നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ BJP വിചാരിച്ചതുപോലെ വോട്ട് നേടാൻ കഴിഞ്ഞില്ല. മാത്രമല്ല അവിടെ ജയിച്ചത് കോൺഗ്രസ് MP-യാണ്. ഉത്തർപ്രദേശിൽ നിന്നും വളരെ കൃത്യമായി അവിടെ അയോധ്യ വന്നതിന് ശേഷം വലിയ വികസനമാണ് കൊണ്ടുവന്നതെങ്കിലും അതിൻ്റെ ഗുണം BJP ഗവൺമെൻറ്റിന് കിട്ടിയില്ല. അപ്പോൾ UP-യിൽ നിന്ന് വലിയ സീറ്റ് കിട്ടും എന്ന് പ്രതീക്ഷിച്ചിരുന്നു നരേന്ദ്രമോദി, കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം പൊളിറ്റിക്കലായി മറിയുമോ, ഇതെല്ലാം വോട്ടായി നാളെ BJPക്ക് വരുമോ എന്നുള്ള കാര്യമൊന്നും പറയാൻ കഴിയില്ല. കാരണം ഹിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം അവർ പൊളിറ്റിക്കലായിട്ടും ചിന്തിക്കും, ആത്മീയമായും ചിന്തിക്കും, പല തരത്തിൽ ചിന്തിക്കും. അവർ ഈ സ്വാതന്ത്ര്യവും ജനാധിപത്യവും ഒക്കെ വളരെ സീരിയസ് ആയിട്ട് അനുഭവിക്കുന്ന ഒരു ജനതയാണ് ഹിന്ദു സമാജവും സനാതന ധർമ്മക്കാരും. അതുകൊണ്ട് അവരെ അങ്ങനെ പഞ്ചപുച്ഛമടക്കി മുസ്ലിങ്ങൾ ചെയ്യുന്നത് പോലെ പള്ളി എന്ന് പറയുക, അല്ലെങ്കിൽ നമ്മുടെ സ്ഥാനാർത്ഥിയായിട്ട് ഒരു മുസ്ലിം നിന്നാൽ എല്ലാവരും വോട്ട് ചെയ്തോ, അങ്ങനെയുള്ള പരിപാടിയൊന്നും നടക്കത്തില്ല. ഇപ്പുറത്താണെങ്കിൽ പള്ളിയിൽ പ്രാർത്ഥന സമയത്ത് പിന്നെ ഇത് വായിക്കും, ഇടയലേഖനം വായിക്കുന്ന പരിപാടികളൊക്കെ ഉണ്ട്. പേര് പറയില്ലെന്നുള്ള സ്ഥാനാർത്ഥികൾ, എന്നാലും കേൾക്കുന്നവർക്ക് മനസ്സിലാവും ആർക്കാണ് ഈ വോട്ട് ചെയ്യേണ്ടതെന്ന്. അങ്ങനെ ഇടയലേഖനങ്ങൾ വായിക്കുകയും സംഘടിതമായി ക്രിസ്ത്യൻസിന് വോട്ട് കൊടുക്കുകയും പള്ളിയിൽ നിന്നുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്ന ഒരുപാട് കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ശരിയോ തെറ്റോ എന്ന് നമുക്കറിയത്തില്ല, ഒരുപാട് കഥകൾ കേട്ടിട്ടുണ്ട്. അങ്ങനെയൊന്നും ഒരു ആഹ്വാനം നടത്തിയത് കൊണ്ടൊന്നും നടക്കത്തില്ല. എന്തായാലും നായാടി മുതൽ നമ്പൂതിരി വരെയുള്ള ഹിന്ദു വിഭാഗത്തിലെ വളരെ വ്യത്യസ്തമായ വിഭാഗക്കാർ അവരുടെ ആചരണങ്ങളുമായി ഒന്നിച്ചു വരികയും അവർ മനോഹരമായി അവരുടെ സന്തോഷം വിവിധ രൂപത്തിൽ പങ്കുവെക്കുകയും ചെയ്യുന്നൊരു ഉത്സവമാണ് മഹാമാഹത്തിൽ നടന്നത്. അത് ഒരു അനുകരണീയമായ മാതൃകയാണ്. എന്തായാലും അവരിവിടെ ഉണ്ട്. അവരിപ്പം വന്ന് അവതരിപ്പിച്ചതുകൊണ്ട് കേരളം, ചില ആളുകൾ ഫേസ്ബുക്കിലൊക്കെ തള്ളിയിരിക്കുന്നു, കേരളം ഭ്രാന്താലയമായി പോകും. അങ്ങനെയൊന്നുമില്ല. അവരവിടെ ഉണ്ടല്ലോ. അവരവരുടെ മാളങ്ങളിലും അവരുടെ ഏരിയകളിലും ഇരുന്ന് അവർ പ്രവർത്തിക്കുന്നു. അവർ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷെ അവർ ഒന്നിച്ചുകൂടി ഒരു വലിയ നാടിൻ്റെ ഒരു ഐശ്വര്യത്തിന് വേണ്ടി, സമാധാനത്തിന് വേണ്ടി, സന്തോഷത്തിന് വേണ്ടി ഒന്നിച്ചുകൂടി പ്രവർത്തിക്കുമ്പോഴാണ്, അങ്ങനെ ഒരു സോഷ്യൽ ഇടം ഉണ്ടാകുമ്പോഴാണ് സംഘർഷങ്ങൾ കുറയുകയും പരസ്പരം അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും എൻ്റേതാണ് വലുതെന്ന് പറയുമ്പോൾ അന്യൻ്റെതും അപ്പുറത്തുള്ളതും വലുതാണ് എന്ന് ചിന്തിക്കാൻ, ഞാൻ ചെറുതല്ല അവരും ചെറുതല്ല എന്ന് ചിന്തിക്കാൻ കഴിയുന്ന ഒരു വിശാലമായ കാഴ്ചപ്പാടിലേക്ക് വരുന്നത്. പക്ഷേ ഇതിൻ്റെ രാഷ്ട്രീയം ഞാൻ പറഞ്ഞതുപോലെ അത് ആർക്ക് ഗുണം ചെയ്യുമെന്നൊന്നും ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയില്ല. ശബരിമല വിഷയത്തിൽ ഏറ്റവും ഗുണമുണ്ടായത് UDF-ലാണ്. ആൻ്റണി അടക്കമുള്ള ക്രിസ്ത്യാനികളൊക്കെ ജയിച്ചു കയറിയില്ലേ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നമുക്ക് പറയാൻ പറ്റത്തില്ല ഇതെന്താണ് സംഭവിക്കുക എന്ന്. തീർച്ചയായിട്ടും ഇത് ഞാൻ പറഞ്ഞ ആത്മീയ തലത്തിൽ വലിയ ഉണർവുണ്ടാക്കിയിട്ടുണ്ട്. ആനന്ദഭാരതി എന്ന് പറയുന്ന ജുന അഖാഡയുടെ മഹാമണ്ഡലേശ്വരായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട സ്വാമിജിയാണ് ഇതിൻ്റെ ചുക്കാൻ പിടിച്ചിരിക്കുന്നത്. അപ്പോൾ ആദിശങ്കരൻ്റെ നാട്ടിൽ, ഗുരുദേവൻ്റെ നാട്ടിൽ വീണ്ടും ഒരു ഹൈന്ദവ മുന്നേറ്റവും നവോത്ഥാനവും നടക്കാനുള്ള സാധ്യത ആനന്ദഭാരതിയുടെ നേതൃത്വത്തിലുണ്ട്. സ്വാമി ദയാനന്ദ സരസ്വതിയുടെയും ചിന്മയാനന്ദ സ്വാമികളുടെയും, കുറച്ചുകൂടെ പിറകിലോട്ട് പോയാൽ ശ്രീനാരായണ ഗുരുദേവൻ്റെയും ചട്ടമ്പി സ്വാമികളുടെയും തൈക്കാട് അയ്യാഗുരുവിൻ്റെയും പിന്നെ അതുപോലെ അയ്യങ്കാളിയുടെയും വൈകുണ്ഠസ്വാമിയുടെയൊക്കെ നേതൃത്വത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നടന്നു. ആദിശങ്കരൻ്റെയൊക്കെ നേതൃത്വത്തിൽ അതിൽ നിന്ന് ഈ ആധുനിക കാലഘട്ടത്ത് ആനന്ദഭാരതി പോലുള്ള സ്വാമിമാരുടെ, സന്യാസിമാരുടെ നേതൃത്വത്തിൽ മറ്റൊരു നവോത്ഥാന പ്രവർത്തനങ്ങൾ, ഹൈന്ദവ ജനതയ്ക്കിടയിലുള്ള ജാതിസ്പർദ്ധയും ജാതിപരമായ വിവേചനങ്ങളും അനാചാരങ്ങളും ദുഷ്ടചിന്തകളുമൊക്കെ ഒഴിവാകുന്ന പുതിയൊരു രീതി, ഒരു കാഴ്ചപ്പാട് വരികയാണെങ്കിൽ അതിനെ നമുക്ക് കാണണം. അത് വേറെ രീതിയിൽ നമുക്ക് പഠിക്കേണ്ട മറ്റൊരു വിഷയമാണ്.